ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ എന്താണെങ്കിലും കാണണം. ഇന്നത്തെ എപ്പിസോഡിൽ ഗോവിന്ദനെ ഗീതു യാത്ര അയക്കുകയാണ്. ഡെയിലി വിളിക്കാമെന്നും വിളി എന്തെങ്കിലും വന്നില്ലെങ്കിൽ ഗോവിന്ദൻ മരിച്ചെന്ന് കരുതണമെന്നും ഒക്കെ പറഞ്ഞ് ഗോവിന്ദ് യാത്രയായിരുന്നു. ശേഷം കിഷോർ ഗീതുവിന്റെ അടുത്ത് വരുന്നു. പണം തരാതെ ഗോവിന്ദ് സാറ് പോവുകയാണോ എന്ന് ചോദിച്ച് നിരാശനായി നിൽക്കുന്ന കിഷോറിനെ ഇപ്പോ കാണാം. കാശില്ലാതെ എങ്ങനെ ശരിയാവും, പ്ലാനൊക്കെ പൊളിയില്ലേ എന്ന് കിഷോർ ഗീതുവിനെ ചീത്ത പറയുന്നു. ഈ സമയം ഗോവിന്ദന്റെ ബാംഗ്ലൂർ ഫ്രണ്ട് കിഷോറിന്റെ അടുത്ത് എത്തുകയാണ്. നമുക്കൊരു ഡീല് സംസാരിക്കാമെന്ന് പറഞ്ഞ് ഗീതുവിനെ മാറ്റിയിട്ട് കിഷോറിനെ മാത്രം റൂമിലേക്ക് കൊണ്ടുപോയിട്ട് പൈസ ഓഫർ ചെയ്ത് കാണിച്ചു. കിഷോറിന്റെ കണ്ണൊന്ന് മഞ്ഞളിച്ചു. പൈസ കണ്ടാൽ അവന്റെ കണ്ണ് മഞ്ഞളിക്കും. അങ്ങനെ ആ പൈസ വാങ്ങിയിട്ട് ഗീതുവിനെ തിരിച്ചേൽപ്പിക്കാമെന്ന് അയാൾ വാക്കുകൊടുത്തു. ഈ പൈസ കിട്ടിയില്ലായിരുന്നെങ്കിലും അവളെ ഞാൻ സ്വീകരിക്കില്ലായിരുന്നുവെന്നും അവൻ കൂട്ടിച്ചേർത്തു. അതിനു പറ്റിയ അവസ്ഥയിലല്ല അവനെന്നും ഇന്നൊരു ദിവസം കഴിഞ്ഞിട്ട് അവളെ എന്താണെങ്കിലും ഞാനങ്ങ് കളയാനിരിക്കുകയായിരുന്നുവെന്നും അവൻ അയാളോട് പറഞ്ഞു. ഇതെല്ലാം കേട്ട് ഗോവിന്ദന്റെ ഫ്രണ്ട് ദേഷ്യം കടിച്ചമർത്തി നിൽക്കുകയായിരുന്നു. പൈസയും വാങ്ങി അവൻ പുറത്തേക്ക് ഇറങ്ങി. ഉടനെ തന്നെ ഗീതുവിനെ ഫോൺ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് റിസോർട്ടിന് പുറത്തിറങ്ങാനും അല്ലെങ്കിൽ അപകടമാണെന്നും അവളോട് പറഞ്ഞു. അവൾ കാര്യം തിരക്കിയപ്പോൾ അവൻ പറഞ്ഞു, ഗോവിന്ദ് മാധവ് അവന്റെ കൂട്ടുകാരനെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഗീതുവിന് വിട്ടുകൊടുക്കാൻ വേണ്ടി. ഗീതുവിന് വിട്ടുകൊടുത്തില്ലെങ്കിൽ അവർ നമ്മളെ കൊല്ലാനും മടിക്കില്ല. അതുകൊണ്ട് ഇവിടെ നിൽക്കുന്നത് അപകടമാണ്. എത്രയും പെട്ടെന്ന് റിസോർട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അവൻ ആവശ്യപ്പെടുന്നു. ഇതെല്ലാം കേട്ട് വിശ്വസിച്ച് ഗീതു പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ഗോവിന്ദ് സാർ അങ്ങനെ ചെയ്യില്ല എന്ന് അവൾക്ക് ഉറപ്പാണെങ്കിലും അവൾ ഇറങ്ങി വന്നു. റിസോർട്ടിൽ നിന്നും അവൾ പുറത്തേക്ക് ഇറങ്ങി വന്നു. ക്യാഷ് അവൻ മേടിച്ച കാര്യം ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും കിഷോർ ഗീതുവിനോട് പറഞ്ഞു. അങ്ങനെ ഗീതുവും കിഷോറും കൊണ്ട് കിഷോറിന്റെ ഫ്ലാറ്റിലെത്തി. അമ്മയും ശ്രീജയും ഇല്ലാത്ത സമയം നോക്കി ഗീതുവിനെയും കൊണ്ട് കിഷോറിന്റെ ഫ്ലാറ്റിലെത്തിയ ശേഷം കിഷോർ ഗീതുവിനോട് പറയുകയാണ്, നമ്മൾക്ക് എത്രയും പെട്ടെന്ന് ഗോവയ്ക്ക് പോകണം. എന്നാൽ ഗീതു അതിന് സമ്മതിക്കില്ല. ഗോവിന്ദിനെ കുറിച്ച് കിഷോർ മോശമായി സംസാരിക്കുമ്പോൾ ഗീതുവും കിഷോറും തമ്മിൽ വാക്കുതർക്കമാകുന്നു. ശേഷം കിഷോർ ഗീതുവിനെ ടച്ച് ചെയ്യുമ്പോൾ ഗീതു എതിർക്കുകയും താലി കെട്ടിയതിനു ശേഷം ഇതൊക്കെ മതിയെന്ന് പറയുമ്പോൾ ഈ താലി കിഷോർ കെട്ടിയതാണെന്ന് വിചാരിച്ചാൽ മതിയെന്ന് അവൻ പറയുകയും ചെയ്യുന്നു. ഈ താലി ഞാൻ കെട്ടിയതാണെന്നങ്ങ് വിചാരിച്ചാൽ പോരെ എന്ന് അവൻ ചോദിക്കുമ്പോൾ ഞെട്ടിത്തടിച്ചു നിൽക്കുകയാണ് ഗീതു. പക്ഷെ ഇതേ സമയം ഗോവിന്ദിന്റെ ഫ്രണ്ട് കിഷോറിന് പൈസ കൊടുത്തത് ഉൾപ്പെടെ എല്ലാ സിറ്റുവേഷനും ഫുൾ ഷൂട്ട് ചെയ്ത് വച്ചിരിക്കുകയാണ്. സോ അടുത്ത എപ്പിസോഡ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പുതുപുത്തൻ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. ഇതുപോലെ എല്ലാ എപ്പിസോഡിലും എന്തൊക്കെ സംഭവിക്കുന്നുണ്ടെന്ന് അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.